യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരമ്പരാഗതമായി നാം ചിന്തിച്ചു വരുന്ന മറ്റൊരു ചിന്താവിഷയത്തെ അതിൻ്റെ ഒരു മറുപടി, ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ പറയുവാനാണ് ഞാനിപ്പോൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ചില ആളുകൾ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഇപ്പോഴേ ഈ ആധുനികകാല സാങ്കേതികതകൾ വർദ്ധിച്ചു വന്നപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സിൽ നമുക്ക് വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം, അതിന്റെ ഏത് വേർഷൻ വേണമെങ്കിലും ഐപാഡിലോ ആപ്പിൾ ഫോണിലോ ആൻഡ്രോയിഡ് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സമൃദ്ധിയായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെ ഇരിക്കെ ഈ മൊബൈൽ വഴി ബൈബിൾ വായിച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അത് പാപമാണോ എന്നാണ് ചില ആളുകൾ ചോദിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ആളുകൾ തന്നെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ ആരെയും ഖണ്ഡിക്കാനോ അതിന് മറുപടി പറയാനോ അല്ല ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ മൊബൈൽ ഫോണോ ഐപാഡിലോ വേദപുസ്തകം വായിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്താൽ അതും ഒരു തെറ്റായ കാര്യമാണെന്നൊരു ചിന്ത നമ്മുടെ ചില ആളുകളുടെ മനസ്സിലുണ്ട്. നമ്മൾ കുറെ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില ധാരണ പിശകുകൾ, ആ ധാരണ പിശകുകളുടെ മേൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വസ്തുതകളെ നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത്. അത് വാസ്തവത്തില് എന്താണെന്നുള്ള ഒരു പരിവേഷമാണ് ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു മനസ്സിലാക്കുന്നത്, ഈജിപ്ഷ്യൻ നൈൽ നദീതീരങ്ങളിൽ വളർന്നു വന്ന കരിമ്പിൻചെടി പോലെയൊക്കെ വളർന്നു വന്ന ഒരു പോളച്ചെടി ഉണ്ടായിരുന്നു. ആ പോളച്ചെടിയുടെ പേര് പാപ്പിറസ് എന്നാണ്. പാപ്പിറസ് എന്ന് പറയുന്ന ഈ പോളച്ചെടിയുടെ പോള അടർത്തി വെയിലത്തിട്ട് ഉണക്കിയാൽ അതില് എഴുതാനായിട്ട് സാധിക്കും. മഷി ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് അവർ കണ്ടെത്തിയ സാങ്കേതിക വിദ്യയായിരുന്നു പാപ്പിറസിന്റെ റീഡ്, അതിന്റെ പോള അതെടുത്ത് ചതച്ച് അതിന്മേൽ മഷി കൊണ്ട് എഴുതുക എന്നുള്ള രീതി. വേദപുസ്തകത്തിലെ ദൈവിക വെളിപ്പാടുകൾ ആദ്യമായി രേഖപ്പെടുത്തി കിട്ടിയത് ഈ പാപ്പിറസ് റീഡുകളിലാണ്, അല്ലെങ്കിൽ പാപ്പിറസുകളാണ്. പാപ്പിറസ് എന്ന് പറയുന്ന ആ പേരിൽ തന്നെയാണ് പേപ്പർ എന്ന വാക്ക് ഉണ്ടായത് തന്നെ. അപ്പോൾ വാസ്തവത്തിൽ ഈ പാപ്പിറസ് റീഡില് എഴുതപ്പെട്ടിരുന്ന ഈ ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം, അത് ആണ് പിന്നീട് പകർത്തി തുകൽ ചീരലുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലേക്കും കളിമൺ ശേഖരങ്ങളിലേക്കും ഒക്കെ എഴുതുവാൻ ഇടയായി തീർന്നത്. പാപ്പിറസ് റീഡുകളിൽ എഴുതി കെട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ രേഖകൾ അധികകാലം ആയുസ് അതിനുണ്ടായിരുന്നില്ല. വളരെ ബലഹീനമായ ചെടിയുടെ പോളകളിൽ എഴുതി വെക്കുന്ന ഈ കാര്യങ്ങൾ സുസ്ഥിരമായി അത് സൂക്ഷിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല. പിന്നീടാണ് മൃഗങ്ങളുടെയും മറ്റും തോലുകൾ ഉണക്കിയെടുത്ത് അതിന്മേൽ ഇവ പകർത്തി എഴുതിയത്. അപ്പൊ പാപ്പിറസ് റീഡുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം പകർത്തി തുകലുകൾ എഴുതി ആ തുകലുകൾ ചുരുളായി സൂക്ഷിച്ചിരുന്നു. അതിനെയാണ് സ്ക്രോൾസ്, അതായത് തുകൽ ചുരുളുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ ചെന്നായ സമയത്ത് ശുശ്രൂഷക്കാരൻ അവന് വായിക്കാനായി കൊടുത്തത് സ്ക്രോളായിരുന്നു, ചുരുളായിരുന്നു. അപ്പൊ ഒരു തുകൽ ചുരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെടുത്താൽ പൊക്കിയാൽ മാത്രമേ പൊങ്ങുകയുള്ളൂ. ഒരറ്റത്ത് ഇങ്ങനെ മടക്കി അത് സ്ക്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലാണ് എഴുതിയിരിക്കുന്നത്. ആ സ്ക്രോൾ റൈറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ടാബ്ലറ്റുകൾ, അതായത് കളിമൺ ശേഖരങ്ങളിലും മറ്റും എഴുതുന്ന രീതി ഉണ്ടായി. കളിമൺ ശേഖരങ്ങളിൽ ഒക്കെ എഴുതിയ ശേഷം
പിന്നീട് പേപ്പറും മുദ്രണ വിദ്യയും കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത് പകർത്തി എഴുതി. വാസ്തവത്തിൽ ബൈബിൾ ആദ്യം എഴുതിയത് പാപ്പിറസ് റീഡുകളിലാണ്. പാപ്പിറസ് റീഡുകളിൽ എഴുതപ്പെട്ട ഈ ബൈബിൾ പിന്നീട് തുകൽച്ചൊല്ലിലേക്കും അവിടെ നിന്ന് കളിമൺ ശേഖരങ്ങളിലേക്കും പിന്നീട് പേപ്പർ കണ്ടുപിടിച്ചപ്പോൾ പേപ്പറിന്റെയും ഇങ്കിന്റെയും സഹായത്തോടെ അത് നമ്മുടെ ഇന്നത്തെ നിലയിൽ പുസ്തക രൂപത്തിൽ പേപ്പറുകളിലും അത് അച്ചടിക്കാനായിട്ട് തുടങ്ങി. മലയാളം ബൈബിൾ 1911 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സംഭാവനയായി മലയാളത്തിൽ കേരളത്തിലെ ആളുകൾക്ക് കിട്ടിയത്. അതിനു മുമ്പ് ഡോക്ടർ ബുക്കാനനും അതുപോലെയുള്ള ബേക്കറും പിന്നെ ഇതുപോലെയുള്ള ചില സാഹിബ്മാരൊക്കെ വേദപുസ്തകത്തിന്റെ സുവിശേഷ പ്രതികളുടെ ചില ഭാഗങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ഉണ്ടായിരുന്നെങ്കിലും പരിമിതമായ കോപ്പികളാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ എഴുതിയ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് നേരിട്ട് തർജ്ജമ ചെയ്ത ബൈബിളിന്റെ ചുരുക്കം ചില കോപ്പികൾ ഇവിടെ മലയാളക്കരയിൽ ഉണ്ടായിരുന്നു. അത് 500-1000 കോപ്പികളെ ഉണ്ടായിരുന്നുള്ളൂ. 1911 ബൈബിൾ സൊസൈറ്റി വേദപുസ്തകം മലയാളത്തിൽ നമുക്ക് അച്ചടിച്ചു തരാൻ തുടങ്ങിയത് മുതലാണ് മലയാളക്കരയിലെ ആളുകളുടെ കയ്യിൽ ബൈബിൾ ലഭിച്ചത്. അതിനു മുമ്പ് അവരുടെ കയ്യിൽ തുകച്ചൊല്ലുകളോ ഈ പറയപ്പെട്ട സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട ബിഷോപ്പുമാരുടെയോ ഒക്കെ കയ്യില് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയോ എല്ലാം കയ്യില് ഈ സുവിശേഷ പ്രതികളുടെ ഏതെങ്കിലും താളുകളോ ഭാഗങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ പറയാൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ മൊബൈൽ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ ഇന്ന് ധാരാളം ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകവും അതിനകത്ത് സൂക്ഷിക്കും. എന്റെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ബൈബിൾ എന്റെ ഫോണില് ഞാൻ വേദപുസ്തകത്തിന്റെ കിങ് ജെയിംസ് വേർഷനും ന്യൂ കിങ് ജെയിംസ് വേർഷനും ഇംഗ്ലീഷ് വേർഷൻസുകളും മലയാളം ബൈബിളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടി ഒരു സഹായമായി തീരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ഞാൻ അവസരമായി വിനിയോഗിക്കുക ചെയ്യാറുണ്ട്. എന്നാല് യോഗങ്ങൾക്ക് ഞാൻ പോകുമ്പോൾ എന്റെ ബാല്യകാലം മുതല് എന്റെ കയ്യിലുള്ള കറുത്ത പൈൻറ്റിട്ട ബൈബിൾ, അത് ഒരു ബൈബിളിന്റെ കവറിനകത്ത് വെച്ച് പൊതിയാതെയോ പേപ്പർ കൊണ്ട് പൊതിയാതെയോ ആ പുസ്തകം അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ ആയുസ് മുഴുവൻ ചുമന്നതും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ യാതൊരു ലജ്ജയും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാല് കാലം മാറിയ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പേപ്പർ ബൈൻഡിൽ ചെയ്തിരിക്കുന്ന ഈ ബൈബിൾ അത് മാത്രം നമ്മൾ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ആൻഡ്രോയിഡ് വേർഷനിലെ ഫോണിലെയോ അല്ലെങ്കിൽ ഐപാഡിലെയോ ഒക്കെ ആപ്പിൾ ഫോണിലെയോ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ബൈബിൾ കൊണ്ട് ആത്മീയ ശുശ്രൂഷയ്ക്കോ യോഗത്തിനോ ഒക്കെ പോയാൽ അത് തെറ്റാണ് എന്ന് വിവക്ഷിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ തെറ്റെന്ന് പറയാൻ തയ്യാറല്ല. ഏറ്റവും അഭികാമ്യമായത് ഒരു വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന, കാരണം അതൊരു പരസ്യ സാക്ഷ്യമാണ്. കാരണം ദൈവമക്കളായ നമ്മള് ദൈവ തിരുവെഴുത്തുകളുടെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് അതും പിടിച്ചുകൊണ്ട് പരസ്യമായി നമ്മളൊരു ആത്മീയ ശുശ്രൂഷയ്ക്കോ ഒരു കൺവെൻഷനോ അല്ലെങ്കിൽ ഒരു ആരാധനയോധനോ പോകുന്നു എന്ന് പറയുന്നത് തത്വത്തിൽ അതൊരു ക്രിസ്തീയ സാക്ഷ്യമാണ്. നമ്മുടെ കയ്യിൽ അതിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഈ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അറിയുന്നതല്ലാതെ ലോകത്തിൽ ആർക്കും ഈ സാധനം അതിനകത്തുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ ഫോണിനകത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെടുത്ത് വായിക്കുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ മാതൃക എന്ന നിലയിൽ ഒരു ലിറ്ററൽ ബൈബിൾ, അക്ഷരീകമായ ബൈബിൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതും അത് പിടിച്ചുകൊണ്ട് പോകുന്നതുമാണ് എല്ലായ്പ്പോഴും മാതൃകാപരമായ ഒരു പെരുമാറ്റം. എന്നാല് അതല്ലാതെ ഈ ഫോണിനകത്തെയോ ഐപാഡിലെയോ ബൈബിൾ നമ്മൾ ഉപയോഗിച്ചാൽ അതിനെ ഒരു പാപമെന്നോ തെറ്റെന്നോ പറയാനുള്ള ആ തീവ്ര മനോഭാവത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ച സഭ സ്ഥാപിച്ച എഫേസോസ്, ആ സ്ഥലമാണ് ഇന്നത്തെ മോഡേൺ ടർക്കി. ടർക്കിയിൽ വാസ്തവത്തില് ഒരു ക്രിസ്ത്യാനി പോലും ഇന്നില്ല. എന്നാൽ ഒരു വ്യക്തി പോലും ക്രിസ്ത്യാനിയായി ഇല്ലാത്തൊരു രാജ്യമാണ്. അവിടുത്തെ റിലീജിയനും ക്രൈസ്തവമല്ല. അപ്പൊ അവിടുത്തെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ വേദപുസ്തകം കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കയറി ചവിട്ടോടെ എഴുതും. അത് നമ്മുടെ തരികയില്ല. അപ്പൊ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇന്നും ഭൂമിയിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്ന നമുക്ക് സന്ദർശിക്കേണ്ട ആവശ്യം വന്നാൽ ഒരു മൊബൈലിലോ ഒരു ലാപ്ടോപ്പിലോ നമ്മുടെ ഈ വേദപുസ്തകം ഡൗൺലോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസരോചിതമായി അത് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. അതൊരു സൗകര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം പരസ്യമായി ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലും ഇടങ്ങളിലും വേദപുസ്തകം അനിവാര്യമായും ആവശ്യമെന്ന് കരുതുന്ന വിശ്വാസികൾക്ക് വേദപുസ്തകം ഇങ്ങനെയുള്ള സാങ്കേതികത സൂക്ഷിക്കുന്നത് സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ വേദപുസ്തകം കയ്യിൽ പിടിക്കാതെ അവർ ഈ മൊബൈൽ ഫോണും കൊണ്ട് യോഗത്തിന് വരികയും മൊബൈൽ ഫോണും കൊണ്ടും അല്ലെങ്കിൽ ഐപാഡ് നോക്കി ഇത് റീഡ് ചെയ്യുമ്പോൾ പഴയ ആളുകൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. എന്തറിയാമോ? കാര്യം അവരുടെ കാലഘട്ടങ്ങളിൽ ഈ പറയപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർക്കുണ്ടായിരുന്ന സാങ്കേതികതമാണ് ഈ പേപ്പറിൽ പ്രിന്റ് ചെയ്ത ബൈബിൾ എന്ന് പറയുന്നത്. അവർക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകൾക്ക് പേപ്പറിലായിരുന്നു അവർ തുകൽച്ചുരുളിൽ എഴുതപ്പെട്ടിരുന്ന തിരുവഴുത്തുകളെയാണ് വായിച്ചിരുന്നത്. അതിനു മുമ്പ് 2000 വർഷം മുമ്പ് വേദപുസ്തകം എഴുതുമ്പോൾ തുകൽച്ചുരുളുമില്ല, പേപ്പറുമില്ല, പാപ്പിറസ് റീഡുകളിൽ ആണ് അവ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും പറയുക ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് പാപ്പിറസ് റീഡുകളിലാണ്, പാപ്പിറസ് പോളകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തുകൽച്ചലിൽ എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തക ബൈബിളിലെ ഞാൻ അംഗീകരിക്കുന്നില്ല, പേപ്പറിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബൈബിളിനെയും ഞാൻ സ്വീകരിക്കുന്നില്ല. പാപ്പിറസ് റീഡാണ് അത് പരസ്യമായ ഒരു സാക്ഷ്യം, അതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുക്തിഹീനത എന്ന് മാത്രമേ, അല്ലെങ്കിൽ ഒരു പിടിവാശി എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. ഈ ബൈബിള് ഞാൻ വിശ്വസിക്കുന്നത് അത് പേപ്പറിനകത്ത് പ്രിന്റ് ചെയ്താലും ആൻഡ്രോയിഡ് വേർഷനുള്ള ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്താലും ആപ്പിൾ ഫോണിലോ ആപ്പിൾ ഐപാഡിലോ അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാലും ഈ പറയപ്പെട്ടതെല്ലാം മുദ്രിതമായിരിക്കുന്ന വചനങ്ങളാണ്. എന്നാൽ ദൈവവചനം അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ നമ്മള് കറുത്ത പൈലിട്ട ഈ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ദൈവവചനത്തിനാണ് പ്രാധാന്യത, അല്ലാതെ പേപ്പറിനല്ല പ്രാധാന്യത, അല്ല പുസ്തകത്തിനല്ല പ്രാധാന്യത. അതുപോലെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഡൗൺലോഡ് വെച്ചിരിക്കുന്ന ദൈവവചനത്തിനാണ് പ്രാധാന്യത, അല്ലാതെ അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് ദൈവവചനം അല്ലാതെ വരുന്നില്ല. ഇനി അപ്പോൾ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ദൈവനിശ്വസ്തതയാകുന്ന ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് അത് ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത ബൈബിളിലുമില്ല, പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കറുത്ത പതിനെട്ട് ബൈബിളിലും ഇല്ല. അതിനകത്തൊന്നും ഇൻസ്പിറേഷൻ ഇല്ല, അതൊന്നും ഇൻസ്പയർഡ് ബുക്കുകളല്ല. ദൈവനിശ്വസ്തമായ പുസ്തകത്തിന്റെ മുദ്രിത ഭാവത്തിൽ ലഭിച്ച സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. അപ്പൊ അതുകൊണ്ട് വിവർത്തനങ്ങളിലോ പകർത്തി എഴുത്തുകളിലോ കോപ്പികളിലോ ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത ബൈബിളിലോ മുദ്രിതമായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കറുത്ത പതിനെട്ട പുസ്തകമോ അതൊന്നും തന്നെ എന്തല്ല, ഇൻസ്പയർഡ് അല്ല, ദൈവനിശ്വസ്തമല്ല. അതുകൊണ്ട് അത് ദൈവനിശ്വസ്തമാക്കുന്ന വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഒന്ന് പേപ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മറ്റൊന്ന് ഫോണിൽ രേഖപ്പെടുത്തി ഇലക്ട്രോണിക് മീഡിയത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പേപ്പറിൽ രേഖപ്പെടുമ്പോൾ നമ്മളിപ്പോഴേ ഈ പാസ്പോർട്ട് തന്നെ ഇല്ലാതെ പോവുകയാണ് രാജ്യാന്തര യാത്രകൾക്ക് വേണ്ടി. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ 2 സാധനങ്ങളാണ്, വിസയും പാസ്പോർട്ടും. എന്നാൽ ഇനിയും അധികം താമസിയാതെ ഈ പാസ്പോർട്ട് ആവശ്യമില്ല വരിക. കാര്യം അത് ദുബൈയിലൊക്കെ ആയി തുടങ്ങിയെന്ന് ഞാൻ കേട്ടു. ഇനിയിപ്പോ പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പെട്ടെന്ന് വ്യാപിക്കും. പാസ്പോർട്ട് ആവശ്യമില്ല. അറിയാവോ? ഐ റെക്കഗ്നീഷൻ മുതലായ ഡേറ്റ ഒരിക്കൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ മതിയാവും. ആ സാങ്കേതികത്തിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വേദപുസ്തകം എന്ന് പറയുമ്പോൾ നമ്മളിതിനൊരു പൂജാ വിഗ്രഹം പോലെയാണ് പല ആളുകളും കണക്കാക്കുന്നത്. വലിയ പരിഭാവനയോടെ വലിയ ഭക്തി അദ്ദേഹം അതിനെ അനാദിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴഞ്ചൻ ബൈബിൾ
അത് ഉപയോഗരഹിതമായാൽ എന്ത് ചെയ്യണം? കത്തിച്ച് കളയാൻ എനിക്ക് പ്രയാസമുണ്ട്, കാര്യം അത് ദൈവവചനമാണ്. പിന്നെ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇടാനും പ്രയാസമുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ 2 പ്രാവശ്യം എന്റെ ബൈബിള് കത്തിച്ച് കളഞ്ഞു. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാല്, ദൈവവചനം പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അത് ദൈവനിശ്വസ്തമല്ല. പുസ്തകം ദൈവനിശ്വസ്തമാകുന്ന ദൈവവചനത്തിന്റെ വിവർത്തനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതാണ്, ഒരു ബുക്ക് രൂപത്തിൽ തന്നിരിക്കുകയാണ്. അപ്പൊ അത് അലക്ഷ്യമായി എവിടെയെങ്കിലും ഒക്കെ വാരി ചേറിയിട്ടിട്ട് ചവിട്ടി തേച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അത് ഡാമേജ് ആണെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ അതിനകത്ത് യാതൊരു ദോഷവുമില്ല. എന്ത് നേരാണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുകയില്ല. ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒന്നാണ്, മൊബൈലിലോ ലാപ്ടോപ്പിലോ നമ്മൾ ബൈബിൾ ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്നുള്ള വ്യാഖ്യാനം. അടുത്ത കാലത്ത് ഒരു ദൈവദാസൻ അതേക്കുറിച്ച് പറഞ്ഞ വ്യാഖ്യാനത്തിനകത്ത് പറഞ്ഞൊരു വ്യാഖ്യാനം, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു വിഷയം ഞാൻ കേട്ടു. അതായത് ഈ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഒരുപാട് അശുദ്ധമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന ബൈബിള് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന്. ആൻഡ്രോയിഡ് ഫോണിൽ എന്തെല്ലാം കാണും. ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ നമുക്ക് വേണ്ടാത്ത ഒരു ആപ്ലിക്കേഷൻ തുറന്നാൽ വേണ്ടാത്ത 12 ആപ്ലിക്കേഷൻ ഒന്നും ചെലവ് വരും. അത് മ്ലേച്ഛമായ ആപ്ലിക്കേഷനുണ്ട്. അത് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാരല്ലേ അത് കാണേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അത് തുറന്ന് കാണണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. അത് ഒരുപാട് ആപ്ലിക്കേഷൻ അതിലുള്ളത് കൊണ്ട് വേദപുസ്തകം അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാപം പ്രവേശിക്കുമോ? ഇല്ലല്ലോ. ദൈവം അത് കയറുകയില്ല. അപ്പൊ ഇതൊക്കെ തെറ്റായ ഒരു ധാരണകളാണ്. അപ്പൊ നമ്മള് അമിതമായിരുന്ന പ്രാധാന്യം ചില കാര്യങ്ങൾക്ക് നൽകിയിട്ട് ദൈവം പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ നമ്മൾ അങ്ങ് അടിച്ചേൽപ്പിക്കുക, അത് പാടില്ല. ഇത് പാടില്ല. ഇപ്പൊ നാളെ രാവിലെ നമ്മുടെ ചർച്ചില് യങ്സ്റ്റേഴ്സ് ആകുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു ഐപാഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടാബ് കൊണ്ടോ അതിനകത്ത് വേദോസ്തം ഉണ്ട്, അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ ഐപാഡ് കൊണ്ട് വരികയാണ്, അതുകൊണ്ട് ആരാധന സംബന്ധിക്കേണ്ട എന്ന് പറയാൻ നമുക്ക് വല്ല റൈറ്റുമുണ്ടോ? വേദപുസ്തകത്തിലെ ദൈവവചനം അത് ഏത് നിലയിലുമാകട്ടെ, ഏത് നിലയിലായിരുന്നാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കറുത്ത ബൈൻഡിട്ട ബൈബിൾ നമ്മുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് നമ്മളൊരു സഭായോഗത്തിന് പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു അഭിമാനവും അതുപോലെ തന്നെ എനിക്ക് അത് ഒരു ക്രിസ്തീയ സാക്ഷ്യവുമാണ്. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വേദപുസ്തകം പൊതിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ വേദപുസ്തകത്തിന് ഒരു ബൈബിൾ കവർ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എന്ത് വെച്ചില്ല, കാര്യം എന്റെ വേദപുസ്തകം പഴയ വേദപുസ്തകമാണ്. ആ വേദപുസ്തകം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ യോഗങ്ങൾക്കും പോയിട്ടുള്ളത്. എനിക്ക് യാതൊരു വിധമായ അപമാനവും അത് ഇന്നുവരെയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല, ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞറിയാം. എന്നാൽ യങ്സ്റ്റേഴ്സിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഈ ടെക്നോളജി വികസിതമാകുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു ഇലക്ട്രോണിക് ബൈബിളുമായി ഒരു യോഗസ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവനെ ക്രൂശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം അതും വേദപുസ്തകത്തിലെ വചനങ്ങളാണ്, ദൈവനിശ്വാസമല്ല. ദൈവനിശ്വാസമായ വചനത്തിന്റെ ഇലക്ട്രോണിക് വേർഷനാണ്. മനസ്സിലായോ? അപ്പം അവിടെ ഇലക്ട്രോണിക് വേർഷൻ അവൻ കൈകാര്യം ചെയ്യുന്നു, നമ്മൾ മാനുവൽ വേർഷൻ കൈകാര്യം ചെയ്യുന്നു. ഇതോടൊരു വ്യത്യാസം. അപ്പൊ മാനുവൽ വേർഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇലക്ട്രോണിക് വേർഷൻ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഏതെങ്കിലും പ്രത്യേക പ്രാധാന്യതയോ പ്രത്യേക അനുഗ്രഹമോ ഇല്ല. ഇലക്ട്രോണിക് വേർഷൻ ആയാലും മാനുവൽ വേർഷൻ ആയാലും അത് വായിക്കുകയും അത് പഠിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തവൻ ഭാഗ്യവാൻ, അത് എഴുതുന്ന പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില തെറ്റായ ധാരണകൾ പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിൽ താലോലിക്കാറുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങളെ അവഗണിക്കുകയും അപ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും അമിതമാകുന്ന പ്രാധാന്യത കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മള് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, വേദപുസ്തകം കയ്യിൽ എടുത്തുകൊണ്ട് സഭായോഗത്തിന് പോകുന്നതാണ് ഏറ്റവും നല്ല മാതൃക. കഴിഞ്ഞ ദിവസം ആവരണത്തെ കുറിച്ച് പറഞ്ഞ പോലെ. എന്നാല് വേദപുസ്തകം പറ്റുന്നില്ല, ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു 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 ഐപാഡോ ആണ് അവന്റെ ഉള്ളത്. അതിൽ വേദപുസ്തകം വായിച്ചാൽ വലിയ തെറ്റുണ്ടോ? ഏതെങ്കിലും ദോഷം സംഭവിക്കുമോ? ഒരിക്കലുമില്ല. ഇനി മറ്റൊരു രസം ഞാൻ പറയാം. 1997 ഞാൻ സ്റ്റേറ്റ്സിൽ പോയി മടങ്ങി വരുമ്പോൾ അന്ന് ഈ കമ്പ്യൂട്ടർ ബൈബിൾ ചെറിയ ടാബ്, ഈ നമ്മുടെ ഈ ഫോണിന്റെ വലിപ്പമുള്ളൊരു ഇത്രയില്ല, ഇതിനെക്കാട്ടി ചെറുതാണ് ഒരു ഇലക്ട്രോണിക് സാധനം. അതിനകത്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് ബൈബിളാണ്. അപ്പൊ എനിക്ക് വളരെ ആകർഷകത്വം തോന്നി. ഞാൻ അവിടുന്ന് ന്യൂയോർക്കിൽ വെച്ച് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് വാങ്ങി അതിന്റെ മെഷീനുമാണ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഞാൻ
അതൊരു ബൈബിൾ ക്ലാസ്സിന് ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്നെ രൂക്ഷമായി വിമർശിച്ച ആളിന്റെ മകൻ, ശ്രദ്ധിക്കണം, എന്നെ രൂക്ഷമായി വിമർശിച്ച ആളിന്റെ മകൻ 3 കൊല്ലം കഴിഞ്ഞ്, 3, 4, 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ പോയ അതേ സ്ഥലത്ത് തന്നെ വന്നപ്പോ അദ്ദേഹം ഒരു ഇതുമായിട്ടാ വന്നേ, ഈ ടാബുമായിട്ടാ വന്നേ. ഈ ടാബ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വേദപുസ്തകം വായിച്ചതും അദ്ദേഹം ഞായറാഴ്ച പ്രസംഗിച്ചതും. അപ്പൊ എന്നെ രൂക്ഷമായി വിമർശിച്ച പിതാവ് മകൻ ഇതും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മിണ്ടാട്ടമില്ല, എന്നാ എന്നെ വിമർശിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ചില ആൾക്കാരുടെ ചില സൂക്കേടുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഈ പലരും ചിന്തിക്കുന്ന പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രിന്റഡ് ബൈബിളോ ഇലക്ട്രോണിക് ബൈബിളോ ദൈവ നിശ്വസ്തത ഉള്ളതല്ല. മറിച്ച് അവയെല്ലാം ദൈവനിശ്വസ്തമാക്കുന്ന വേദപുസ്തകത്തിന്റെ തിരുവഴുത്തുകളുടെ പ്രിന്റഡ് ഫോമോ ഇലക്ട്രോണിക് വേർഷനോ ആണ്. അപ്പൊ ദൈവനിശ്വസ്തമാകുന്ന ദൈവവചനത്തിന്റെ പ്രിന്റഡ് ഫോം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേർഷൻ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. കൺവീനിയൻസ് സൈക്കിൾ നമ്മൾ കൈകാര്യം ചെയ്താൽ ഒരിക്കലും തെറ്റല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വേദപുസ്തകം നിക്ഷിപ്തമായ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ സാധനമാണ് ഫോണിലോ ടാബിലോ ഒക്കെ ഈ വേദപുസ്തകമുള്ളത്. അതുകൊണ്ട് ഒരുവിധ പരീക്ഷ മനോഭാവത്തും നമ്മളെ മൂടിയിട്ട് നമ്മള് പ്രാധാന്യമായ കാര്യങ്ങൾക്ക് അപ്രാധാന്യത കൽപ്പിക്കുകയും അപ്രാധാന്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, സ്വഭാവ സവിശേഷത ഈ ആധുനിക കാലത്തെ ദൈവജനത്തിനിടയിലെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു മിതത്വത്തിലേക്ക് വരണം, ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ്. എന്താ ലിബറൽ എന്ന് പറഞ്ഞാൽ, ഉപദേശ വിഷയങ്ങളിലോ ജീവിത വിഷയങ്ങളിലോ എന്തെങ്കിലും ലിബറാലിറ്റി കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരാളെ ഇലക്ട്രോണിക് വേർഷൻ വായിച്ചാൽ പാപമാണെന്നൊക്കെ പറയുന്നത് വലിയ മൂഢത്വമാണ്, തെറ്റാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവരത് വായിക്കട്ടെ, അവരുടെ കൺവീനിയൻസ് അതാണ്, നല്ല കാര്യമാണ്. പിള്ളേരെ നന്നായിട്ട് ടാബ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വായിക്കുന്നു, ഉപയോഗിക്കുന്നു, സൗകര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ മാറ്റിയിട്ട് മിതത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നത് നല്ലതാണ്. ഒരു മൊബൈൽ ഫോണിൽ ബൈബിൾ ഉപയോഗിച്ചാൽ ഒരു തെറ്റുമില്ല, ലാപ്ടോപ്പിൽ ഉപയോഗിച്ചാലും ഒരു തെറ്റില്ല, ഐപാഡിൽ ഉപയോഗിച്ചാലും തെറ്റില്ല, ടാബുകൾ ഉപയോഗിച്ചാലും തെറ്റില്ല, ഇനി പ്രിന്റഡ് ഫോമിൽ ഉപയോഗിച്ചാലും തെറ്റില്ല. ഒരു മഹത്തായ മാതൃക എന്ന നിലയിൽ, പരസ്യ സാക്ഷ്യത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ സാധാരണയായി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എന്റെ ഫോണിനകത്ത് വേദപുസ്തകം ഉണ്ട് താനും. ഇപ്പൊ തന്നെ ഞാൻ സഭായോഗത്തിന് പോകുമ്പോൾ വേദപുസ്തകം കയ്യിലിരിക്കുന്നു. അവിടെ ഞാൻ വാക്യം വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് വേർഷൻ നോക്കണമെങ്കിൽ ഞാൻ എന്റെ ഈ ഫോണിലാണ് നോക്കുന്നത്. അതിലൊരു തെറ്റുമില്ലെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചില ആളുകൾ എന്നോട് ചോദിച്ചതിന് ഒരു വിശദീകരണവുമായി ഞാൻ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെ വസ്തുതാപരമായി ഗ്രഹിപ്പാനും പ്രായോഗികമാക്കുവാനും ദൈവം നമുക്കേവർക്കും ഏറെ കൃപ തന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.